പ്രേതം ഉണ്ടോ ഇല്ലേ, അതാണ് എന്റെ ചോദ്യം. എന്റെ അറിവിൽ പ്രേതമില്ല. ഞാൻ ഞങ്ങളുടെ അച്ഛനോട് ചോദിച്ചു. ഉം. അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞ് ആത്മാക്കളുണ്ടോ ഇല്ലയോ എന്ന് ഉള്ളത് അറിയണമെങ്കിൽ രാത്രി എവിടെയെങ്കിലും പോയി വായും കീറിയിരുന്ന പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ ഇപ്പം സാധാരണ നമ്മൾ കാണുന്ന പരിപാടി എന്തുവാ? പ്രേതം വരുന്നു, നമ്മളെ കാണുന്നു, കൊല്ലുന്നു, ചോര പിടിച്ച് നമ്മളെ കൊല്ലുന്നു. അപ്പൊ പിന്നെ അത് തെളിയിക്കാൻ ഞാനുണ്ടാവത്തില്ലല്ലോ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം പറയട്ടെ, നമ്മുടെ എല്ലാം ചെറുപ്പകാലം തൊട്ട് നമ്മൾ ഇന്ന് വരെ കാണുന്നതിനകത്തെല്ലാം ഈ പ്രേതം പേടിപ്പിച്ചു കൊല്ലത്തില്ല. പേടിപ്പിച്ചു പറ്റില്ല, വന്ന് നേരിട്ടങ്ങ് കൊല്ലുക. ഒന്നീ കഴുതിനകത്തൂടെ മറ്റേ റീഫർ കുത്തി അടിച്ച് കയറ്റിട്ട് സക്ക് ചെയ്തെടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊട്ടക്കണ്ടി കൊണ്ട് താഴ്ത്തിയിടും. നമ്മളെ പേടിപ്പിച്ച് ഓടിപ്പിച്ചിട്ട് ഏതെങ്കിലും വള്ളിക്കതുകൊണ്ട് കുരുക്കിയിടും. പക്ഷെ ഞങ്ങൾ അപ്പം പറഞ്ഞെന്ന് പറയും, അപ്പം പറയുന്ന വെച്ചാൽ കാണാൻ പറ്റും. നിന്നെ തുറച്ചു നോക്കുന്ന 2 കണ്ണ് നീ കാണും. അവിടുന്ന് നീ സർവൈവ് ചെയ്ത് വന്ന ശരി, നീ രക്ഷപ്പെട്ടു. അല്ലാതെ സിനിമ കാണുന്ന പോലെ നിന്നെ കടിക്കാനോ മാന്താനോ പിച്ചാനോ ഒന്നും അതിനെ പറ്റത്തില്ല. ചില സമയത്ത് നിന്റെ മൈൻഡ് ശരിയല്ല, അല്ലെങ്കിൽ നിന്റെ മൈൻഡ് വീക്കാണെങ്കിൽ ഓക്കെ, നിനക്ക് 2 കണ്ണോ അല്ലെങ്കിൽ അങ്ങനെ നിന്നെ നോക്കി നിൽക്കുന്നതായിട്ട് നിനക്ക് മനസ്സിലാവും. അപ്പൊ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ചിലപ്പോൾ നിന്റെ ബോധം പോകും, ചിലപ്പോൾ പാനിക് അറ്റാക്ക് ഒക്കെ വരും. അങ്ങനെയൊക്കെ ഉള്ള എന്റെ ബോധം പോകുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു ഡീലേ അങ്ങോട്ട് വെക്കത്തുള്ളൂ. ചോര കുടിച്ചോ കുഴപ്പമില്ല, ബട്ട് ഞാൻ താൻ പണ്ണണോ? അല്ല, എനിക്ക് പണ്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. നമ്മൾ കേട്ടിട്ടുള്ളത് എന്തുവാ, എങ്ങനെ പ്രേതം ഉണ്ടാവുന്നത്? മറ്റേ ആഗ്രഹം സാധിക്കാതെ ദുർമരണം ഉണ്ടാകുമ്പോ. അപ്പം എനിക്ക് ഈ ആഗ്രഹമുള്ള സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ സിനിമയ്ക്കത്തൊക്കെ എന്ന് വെച്ചാൽ ഒരാളോടുള്ള ദേഷ്യം ഒരു നാട്ടിനോട് മൊത്തം കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പ്രേതങ്ങളാണല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയാണല്ലോ നമ്മൾ കേൾക്കുന്നത്. മറ്റേ ഭട്ടതിരിപ്പാടൊക്കെ വന്നിട്ട് മറ്റേ കഴുത്തിൽ കൂടെ മറ്റേ ചുമന്ന സാധനമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് പറയുമല്ലോ, അവള് മറ്റേ ഉഗ്രരൂപിയാണ്, നാട് തൊലച്ചിട്ടേ പോകത്തുള്ളൂ, ഭയങ്കര വിഷയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫിയർ ആണല്ലോ അത്. അന്ന് എന്റെ ആഗ്രഹമായിരുന്നു നേരിട്ട് കാണുമ്പോൾ ചോദിക്കാം, 1 എന്ത് പറ്റിയതാ, 2 ആരാ കൊണ്ടുവന്ന് പ്ലക്ക് ചെയ്ത്, 3 എന്തോത്തിനാ എല്ലാവരുടെയും കൂടെ നെഞ്ചത്തടിക്കാൻ വായിലടിച്ചു തരാൻ നടക്കുന്നത്. ഭയങ്കര ശരി. ഇപ്പൊ ഇയാളെ നിങ്ങളിപ്പോ ഇങ്ങനെ നടക്കാൻ കാരണക്കാരനായിട്ടുള്ള ഒരുത്തൻ ഇപ്പോഴും ലൈവ് ആയിരിക്കുമല്ലോ. ശരി, അവന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കൾ, ചിലപ്പോൾ മക്കൾ നിങ്ങൾ പണ്ടേ മരിച്ചാണെങ്കിൽ ചിലപ്പോൾ കൊച്ചുമക്കൾ കാണും, അവർക്ക് മക്കൾ കാണും, പിന്നെ അവരുടെ കസിൻസ്, അമ്മാവൻ, അമ്മാവി, പിന്നെ ഇതിനെല്ലാം മൂട്ടിക്കൊടുത്തൊരു കൂട്ടുകാരൻ കാണുമല്ലോ. ഈ പ്രേതകഥയിലെല്ലാം അങ്ങനെ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ വില്ലന്റെ കൂടെ എപ്പോഴും എല്ലാ പൂക്കൃത്യത്തിനും ഒരു കൂട്ടുകാരൻ കാണുമല്ലോ. അപ്പൊ അവനും വീട്ടുകാരെ കാണാം. എന്നാ നിങ്ങൾക്ക് അവരെ പോയി ചെയ്താൽ പോരെ? ഇപ്പൊ നിങ്ങളാരാ, നിങ്ങളെ ചെയ്തതാരാ, നിങ്ങളെ പറഞ്ഞതാരാന്നൊന്നും അറിയാത്ത എന്നെ പോലുള്ള പാവങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് സുഖ കിട്ടുന്നു? റിവെഞ്ച് ആവാം, ഇതുപോലുള്ള പോക്കൃത്തരം കാണിക്കരുതെന്ന് ചോദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു.